സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡുകാർക്ക് ഞാൻ നമസ്കാരം പറയുന്നു. കാരണം എന്താ അറിയുക, എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. ആ പണിയൊക്കെ തീർത്തു ഞാൻ ആ എപ്പിസോഡിൻ്റെ ടൈമിൽ. കാരണം ഇത് കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്നല്ലേ, ഈ എന്നാന്ന് കുന്തി സന്ധ്യക്ക് ഇത് വെച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പണ്ടേ അറിയുന്നതാണ്. എൻ്റെ പൊന്നി ലാലേട്ടാ, നിങ്ങളിലൊരു ബഹുമാനമുണ്ട്, കളയല്ലേ, അത് കളയരുത്. നിങ്ങൾ അത്രയേ വേണ്ടു, അത് കളയരുത്. ഇടപെടണം. നിങ്ങൾ ഇങ്ങനെയുള്ള വിഷയത്തിൽ നിങ്ങൾ ഇടപെടണം. ഇമാതിരി തോന്നിയവാസങ്ങൾക്കെതിരെ നിങ്ങൾ പറയണം അവിടുന്ന്. അതായത് ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ലേ. എൻ്റെ പ്രിയപ്പെട്ട ഏഷ്യാനെറ്റുകാരെ, നിങ്ങൾക്ക് ഈ സമയത്ത് 2 സീരിയലും കൂട്ടൂടെ? അതായത് ഈ ഒരു എപ്പിസോഡ് മാറ്റി വെച്ചിട്ട് ഇത് വേണ്ട, ഈ എപ്പിസോഡ് വേണ്ട, ജനങ്ങൾ കാണാൻ നിൽക്കില്ല. നിങ്ങൾ ആ നേരുന്നില്ല സിനിമ ഒന്നും കൂടി ഇട്ടോ, നമ്മൾ കണ്ടോളാം. ഇല്ലെങ്കിൽ വല്യേട്ടൻ ഇട്ടോ, നമ്മൾ കണ്ടോളാം. കാരണം എന്ന് വെച്ചാൽ വല്യേട്ടനാണ് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കൈരളി ചാനൽ ഇട്ട് വെച്ചിരിക്കുന്നത്. അതായത് 3277 ദിവസമാണ് കൈരളി ചാനലിൽ മാത്രം ആ സിനിമ ഓടിയത്. അതുപോലെ നിങ്ങൾ ഒരിക്കൽ ആ വല്യേട്ടൻ തന്നെ കൊണ്ടുവന്നിട്ടിട്ടോ, നമ്മൾ കണ്ടോളാം, ഒരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നേരിട്ടോ, നരസിംഹം ഇട്ടോ, നമ്മൾ കണ്ടോളാം. പക്ഷേ ഇമാതിരി തോന്നിയ നിങ്ങൾ കളിക്കരുത്. എന്തൊരു എപ്പിസോഡാണ് മാഷേ ഇത്, എന്തൊരു എപ്പിസോഡാണ്. എന്താ നിങ്ങളിത് കാണിച്ചു വെച്ചിരിക്കുന്നത്? വളരെ ബോറ് എന്ന് പറഞ്ഞാൽ വളരെ ബോറ്. നോറേനെ നിങ്ങൾ ഔട്ടാക്കിക്കോ. ആരിക്കാ ചെയ്തോ, ആരിക്കാ വിഷമോ? ആർക്കും ഇല്ല വിഷമം. എന്ത് വിഷമാന്ന്? നോറേനെ നിങ്ങൾ ഔട്ടാക്കിക്കോ, സായിനെ നിങ്ങൾ സേവ് ചെയ്തോ, അതുപോലെ ശ്രീധുവിനെ നിങ്ങൾ സേവ് ചെയ്തോ. ആർക്കാ ചെയ്തോ? നിങ്ങളിതേ ചെയ്യില്ലൂ എന്ന് നമുക്കറിയാലോ. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് പറയണ, ഈ പ്രേക്ഷകർ ഞെട്ടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. അതിൻ്റെ പ്രമോയെല്ലാം കാണിച്ചിട്ട് നോറ ഈ വീട്ടിനോട് വില പറയുകയാണ്. അയ്യോ നമ്മൾ ഞെട്ടിയേ. എന്ത് ഞെട്ടൽ? ഒരു ഞെട്ടലുമില്ല, ഒരു ഞൊട്ടലുമില്ല. വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഞൊട്ടി, അതന്നെ, വേറെ ഒരു ഞൊട്ടലുമില്ല. എന്തെങ്കിലും ഒരു ത്രില്ല് വേണ്ടടി. ഒരു എപ്പിസോഡ് എന്നെല്ലാം പറഞ്ഞാൽ, ഒരു മോഹൻലാൽ വരുന്ന ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ, അതായത് ആ സിബിന പുറത്താക്കുന്നതിന് മുന്നൊക്കെ നമ്മളൊക്കെ ആ എപ്പിസോഡ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ഇപ്പം എൻ്റെ പൊന്നി ലാലേട്ടാ, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? അല്ല പൊന്ന് ഡയറക്ടർമാരെ, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ കഴിവുകളൊക്കെ മുങ്ങിപ്പോയോ? നിങ്ങളുടെ കഴിവുകളൊക്കെ എവിടെ? കോടിക്കണക്കിന് രൂപ ഈ ആനേനെ വാങ്ങിച്ചിട്ട് തോട്ടി മേടിക്കാൻ പൈസ ഇല്ലാത്ത പോലെയാണ് നിങ്ങളെ കാര്യം. കോടികൾ നിങ്ങൾക്ക് ചിലവാക്കാൻ അറിയാം, പക്ഷെ നല്ലൊരു ഡയറക്ടറിന് വേണ്ടിയിട്ട് വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയകാല മത്സരാർത്ഥികളില്ലേ, അവനെ കൊണ്ടുപോയിട്ട് വെക്ക്. അവന്മാർ ഇതിലും നല്ല പണിയെടുക്കാതെ ആൾക്കാരാ. എൻ്റെ ഭഗവാനെ, എന്തെന്നാ ഇന്നീറ്റ് നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങളൊന്ന് പറയാറുന്നേ. എന്ത് ഞെട്ടലാന്ന് നിങ്ങൾക്കുണ്ടായത്? നോർ ഔട്ടായിട്ട് ആരെങ്കിലും ഞെട്ടിയിട്ടുണ്ടോ? നോർ ഔട്ടായില്ലേ, നമുക്കെന്തെന്ന്? നോറേനെ കൊണ്ടുപോയിട്ട് എന്നിട്ട് സീക്രട്ട് റൂമിൽ വെച്ചിരിക്കുന്നു. നോറേനെ സീക്രട്ട് റൂമിൽ വെച്ചില്ലല്ലോ, നമ്മൾക്കെന്താന്ന്? ഒരു പ്രശ്നവും ഇല്ല. ഇനി അവിടെ നടക്കാൻ പോകുന്ന കലാപരിപാടി എന്താണെന്ന് നമുക്കറിയാം. ഇതൊന്ന് വേഗം തീർത്ത് കഴിഞ്ഞാൽ ഉള്ള പണിക്ക് പോയിരുന്നു, നമുക്ക് അത്രയേ പറയാനുള്ളൂ. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്ത് തന്നാൽ മതി. ഇപ്പം നാളെ നിങ്ങൾ ആ പണപ്പെട്ടിയും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈച്ച പൊതിയുന്നത് പോലെ അവിടെ പൊതിയും എന്നുള്ളതാണ്. അപ്പോൾ അതും എടുത്ത് പൊയ്ക്കോളും, അത്രയേ ഉള്ളൂ. ഇമാതിരി വെറുപ്പിക്കുന്ന ഒരു എപ്പിസോഡ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് 2 ദിവസമായിട്ട് മോഹൻലാലിൻ്റെ എപ്പിസോഡിനോട് മുഖം തിരിച്ചിരിക്കുന്നത് 2 ദിവസമായി. അത്രമാത്രം ബോറിങ് എന്ന് പറഞ്ഞാൽ അത്രയും ബോറിങ്. മനസ്സിലായി? ഇതൊക്കെ ഇരുന്ന് കാണിക്കില്ലേ? വലിയ ക്ഷമ വേണം മക്കളെ, വലിയ ക്ഷമ വേണമായിരുന്നു. അല്ല, ഇവരെന്ത് തോന്നിയവാസാന്ന് കാണിക്കുന്നത്? ഇതിനൊരു ഹെഡില്ലേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ഹെഡില്ലേ? ആ ഹെഡിനങ്ങ് ഒന്ന് കണ്ടൂടെ? ഇല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാർക്കൊന്ന് പറഞ്ഞൂടെ എന്തെന്നാണ് നിങ്ങൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്? അല്ല, പറഞ്ഞൂടെ? അത്രമാത്രം വൃത്തികെട്ട ഒരു എപ്പിസോഡായിട്ട് മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ 6. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഒത്തുകളിക്കാർ, കുറേ കുഴലൂത്തുകാർ, എന്തൊക്കെയാണ് വരുന്നത്. ആദ്യം തന്നെ എൻ്റെ അഭിപ്രായത്തിന് അരിയണ്ണനെയും ആ ഒരു തീപ്പൊരു സിജോ ഇല്ലേ, ഈ 2 എണ്ണത്തിനെ എടുത്ത് വെളിയിൽ കളഞ്ഞാൽ തന്നെ ഈ എപ്പിസോഡ് നന്നാവുമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്മാരുടെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 പ്ലാനിങ്ങാണ്. മനസ്സിലായ? ഇതിറ്റിങ്ങൾ ആദ്യം എടുത്ത് വെളിയിൽ കളയണം, എന്നാൽ ആ എപ്പിസോഡ് കുറച്ചെങ്കിലും രക്ഷപ്പെടും. അല്ലാതെ ഇവിടെ വന്നിട്ട് ഓരോരോ ചോദ്യം ചോദിക്കുക. പിന്നെ കുറച്ചെങ്കിലും ഒരു സമാധാനമുള്ളത് എന്താ വെച്ചാൽ, ജിൻ്റപ്പൻ ഇന്ന് അടിപൊളിയാക്കിയിന്. അതായത് ജിൻ്റപ്പനാന്ന് പിന്നെയും കുറച്ചെങ്കിലും എപ്പിസോഡിൽ നിന്ന് പിടിച്ച് നിർത്തിയത്. അയാളെല്ലാവരും മണ്ടനാന്ന് പൊട്ടനാന്നൊക്കെ പറഞ്ഞപ്പോഴേ ഈ 2 ദിവസത്തെ എപ്പിസോഡിലും അയാളാണ് ശരിക്കും തിളങ്ങിയിരിക്കുന്നത്. പക്ഷെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബിഗ് ബോസ് അച്ചായമാർക്ക് ബിഗ് ബോസുകൾക്ക് പേടിയാണ്, അല്ലെ മടിയാണ്.
കാരണം എന്താ വെച്ചാൽ അവരിന്ന് സിജോനെയും അതുപോലെ തന്നെ ജാസ്മിനെയും ഒക്കെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 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 4-ാം കിട ന്യൂസ് ചാനൽ വായിക്കൽ. എന്തോന്നടേ ഇതാണോ ന്യൂസ് ചാനൽ വായിക്കൽ? ഇമ്മാതിരി തോന്നിയവാസാണോ ന്യൂസ് ചാനൽ വായിക്കൽ? എന്തെന്നാ വായിക്കുന്നത്? ആ സിജോ ഒന്നും ജീവിതത്തിൽ ഒരു ന്യൂസ് കണ്ടിട്ടില്ല, ഈ ജാസ്മിനും കണ്ടിട്ടില്ല. ഇതൊക്കെ കാണുന്നവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും കുറച്ചെങ്കിലും രസം ഉണ്ടാകുമായിരുന്നു. ബിഗ് ബോസ് ചോദിക്കാം നിങ്ങളിൽ ആരൊക്കെ ന്യൂസ് ചാനൽ കാണാറുണ്ട് എന്ന്. ഞാൻ കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ ഏൽപ്പിച്ചാൽ പിന്നെയും നടക്കുമായിരുന്നു. ഇത് ഒരാൾ ഈ ജീവിതത്തിൽ ന്യൂസ് കാണാതെ ആൾക്കാരെ പിടിച്ചിട്ട് ന്യൂസ് ചാനലിൻ്റെ വായിക്കാനാക്കിയിട്ട് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്ന ഏഷ്യാനെറ്റ് സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിച്ച ടി വി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ടി വി അവിടെ വെക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ഈ ചില റീൽസിലൊക്കെ കാണാം, അതായത് ക്രിക്കറ്റിന് തോറ്റേന് ദേഷ്യം വന്നിട്ട് ടി വി ഒക്കെ തല്ലിപ്പൊളിക്കുന്ന ആൾക്കാരാണ്. അവരെ ഞാനിന്ന് അന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ അവരെ തൊഴുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മളുടെ ടി വി അവിടെ നിൽക്കുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ പൈസ ഓർത്തിട്ട് മാത്രമാണ്. അത് നാളെ നമ്മൾ തന്നെ വാങ്ങിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു വിഷമം കൊണ്ട് മാത്രമാണ് നമ്മളുടെ ടി വി, നമ്മുടെ മൊബൈൽ, നമ്മുടെ ലാപ്ടോപ്പ്, നമ്മുടെ കമ്പ്യൂട്ടർ എല്ലാം നമ്മളെ അവിടെ നിൽക്കുന്നത്. ഞാനൊക്കെ ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ ആദ്യം പറഞ്ഞത് എൻ്റെ കൈയൊന്ന് പിടിച്ച് ബാക്കിൽ കെട്ടിയിടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈ കൊണ്ടൊന്നും ചെയ്യണ്ട, അതുകൊണ്ട് തന്നെ എന്നെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിട്ടാണ് ഞാൻ ഇന്ന് എപ്പിസോഡ് കണ്ടത്. പിന്നെയാണ് അറിഞ്ഞത് മിക്ക ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. കൈയും കാലും ബാക്കിൽ എവിടെയെങ്കിലും കെട്ടിയിടാൻ പറയും, എന്നിട്ട് നമ്മളെവിടെ ഇട്ടിട്ട് എപ്പിസോഡ് തീരുന്നത് വരെ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റിട്ട് ചിലപ്പോൾ അക്രമാസക്തമാവും. അതായത് നമ്മൾ എഴുന്നേറ്റിട്ട് ചിലപ്പോൾ ടി വിയെല്ലാം തല്ലിപ്പൊട്ടിച്ചു എന്ന് വരും. അപ്പം നഷ്ടം വരണ്ടെന്ന് ചോദിച്ചിട്ടാണ് വീട്ടുകാരോട് അങ്ങനെ പറയുന്നത്, കയ്യും കാലിലൊന്ന് പിന്നെ കെട്ടിയിടാൻ വേണ്ടിയിട്ട്. എങ്ങനെ എത്ര നാൾ ഈ എപ്പിസോഡ് ഇങ്ങനെ കണ്ട് തീർക്കും നമ്മൾ? അത്രയും വൃത്തികെട്ട എപ്പിസോഡ്. എന്ത് വർത്താനം ഇവരോട് പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കേണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ എപ്പിസോഡിൽ എന്ത് തേങ്ങാക്കോലിയാണ് ഉള്ളത്? നമുക്കെല്ലാവർക്കും അറിയാം നോറയാന്ന് പോകുന്നതെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിലെന്ത് ടിസ്റ്റാന്നുള്ളത്. പോയിക്കോട്ടെ, പോകുന്ന ആൾ പോയിക്കോട്ടെ. ആർക്കാ ചെയ്തോ? നമുക്കെന്തെങ്കിലും ചെയ്തോണ്ടാ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തോണ്ടാ? ഇപ്പോൾ തന്നെ നമുക്കറിയാം കപ്പ ആർക്കാ കൊടുക്കുവാന്ന് തന്നെ നമുക്കറിയാം. അതിൻ്റെ ഒരു പണിയാണ് ഇന്ന് ഈ ന്യൂസ് വായിക്കൽ. മനസ്സിലായ? ഇത് നമ്മളെ പൊട്ടന്മാരാക്കുന്ന ഈ ബിഗ് ബോസിൻ്റെ ഇവൻ്റെ വിചാരം എന്നറിയാം. ഇതെല്ലാം പടച്ചു വിടുന്ന ഒരുത്തന്നില്ലേ, ഓൻ്റെ വിചാരം എന്നറിയാം. ഈ പ്രേക്ഷകർ തീട്ടം പാരി തിന്നുന്നവരാന്ന് ഓൻ്റെ വിചാരം. ഓനോട് എനിക്ക് പറയാനുള്ളത്, ഈ ആടോ തീട്ടം പാരി തിന്നുന്ന്? നമ്മളൊക്കെ ചോറാ തിന്നുന്ന്. നമുക്കൊക്കെ കുറച്ചെങ്കിലും ചിന്തിക്കാൻ മൂളയുണ്ട്. ഇമ്മാതിരി തോന്നിയവാസം കൊണ്ട് കളിക്കുന്നവിടുന്ന് കയ്യിലെങ്കിലും വെച്ചിട്ട് പോയിക്കൂടെ അവിടുന്ന്? മനസ്സിലാക്കാറുന്ന് അവനവൻ്റെ തൊഴിൽ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യണം. ഇമ്മാതിരി തോന്നിയവാസം ചെയ്യരുത്. ശമ്പളവും വാങ്ങിച്ചിട്ട് തോന്നിയവാസം ചെയ്ത് പ്രേക്ഷകരുടെ ക്ഷമ പരീക്ഷിക്കുക എന്നല്ലാതെ ഇതിനെപ്പറ്റിയിട്ട് വേറെ എന്താ പറയാനുള്ളത്? മനസ്സിലാക്കണം നിങ്ങൾ. അത്രമാത്രം വൃത്തികെട്ടൊരു എപ്പിസോഡ്. എന്നാൽ ഈ ലാലേട്ടന് കാണുന്നുണ്ടോ? അതൊട്ട് കാണുന്നുമില്ല. എന്നെങ്കിലും ഒരു ദിവസം ഈ ലാലേട്ടന് പറഞ്ഞുകൂടെ, മക്കളെ ഇതൊന്നും ഉഷാറാക്കി? ഒന്നും വേണ്ട. ഓരോ റിവ്യൂ ചെയ്യുന്നവരുടെയും കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവൂലേ എപ്പിസോഡ് അത്രമാത്രം ബോറാന്ന്. അത് എത്ര നാളായിട്ട് പറയുന്നതാണ്. കഴിഞ്ഞ ആഴ്ച ഇത് തന്നെയായിരുന്നു. കഴിഞ്ഞ ആഴ്ച 2 ദിവസം ലൈവിൽ ഞാൻ ഉറങ്ങുക ചെയ്തത്. മനസ്സിലാക്കണം നിങ്ങൾ. എന്താ കാണേണ്ടത്? അവരുടെ എന്താ പറയേണ്ടത്, ഇതുവരെ കിട്ടാത്തൊരു എന്തോ സാധനത്തിന് വേണ്ടിയിട്ട് അരിയാണ്ണൻ്റെ ഇത് കാണാനാ ഞാൻ അപ്പോൾ അറിയിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. കാരണം എന്ന് വെച്ചാൽ ഇത് ഓരോ അടിയാകട്ടെ, ഓരോ അഭിപ്രായങ്ങളെന്ന് പറഞ്ഞാൽ അവന്മാരുടെ നട്ടുപ്പുറത്ത് കിട്ടുന്ന ഒരു അടിയാകട്ടെ. നന്ദി, നമസ്കാരം. ആരും പോകരുത്. അരിയണ്ണൻ്റെ കാര്യങ്ങളുമായിട്ട് വരുന്നുണ്ട്. ബൈ.